മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് ഒരു ഡിസ്കളറേഷൻ ഫീൽ ആകാറുണ്ടല്ലേ. പിന്നെ സൺ ടാൻ, വെയിലേറ്റിട്ടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് വെയിലത്തൊന്നും പുറത്ത് പോകാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു അടിപൊളി സൊല്യൂഷനാണിത്. ഒരു നല്ല ഒരു പാക്ക്, അതായത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ പോകണം, സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം, എപ്പോഴും അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. 15 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്ക് ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല, നമുക്ക് കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായിട്ടുണ്ട്, വെയിലേറ്റ് നല്ല രീതിയിൽ സൺ ടാൻ അടിച്ച് ഇരിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ പാക്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇതൊന്നും നോക്കി നോക്കൂ. ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ വളരെ അഫോർഡബിൾ ആൻഡ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാം ഇപ്പോഴും നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിരിക്കും. മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമുക്ക് മുൾട്ടാണി മിട്ടി ആയാലും ഒക്കെ നമുക്ക് എപ്പോഴും അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് ഫുഡിന് കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പം പെട്ടെന്നൊരു പാക്ക് ഇടണം തോന്നിയാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈരാണ്. തൈര് പോലെ ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം വേറെ ഇല്ല. അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഇനി ഓയിലി സ്കിൻകാരാണ് നിങ്ങൾക്ക് തൈര് സെറ്റ് ആവത്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഞാനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഇതും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സംഭവമല്ലേ. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം യൂസ് ചെയ്യാനായിട്ട്. കട്ടിയുള്ള തരിതരിപ്പുള്ള കോഫി പൗഡർ എടുക്കരുത്. കാര്യം വേറൊന്നുമല്ല, അത് നമുക്കിങ്ങനെ ഒരു കട്ടയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു സെറ്റ് ആവത്തില്ല. ഇതാകുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും, തരികളൊന്നുമില്ല, നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് മഞ്ഞളും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ്, അതുകൊണ്ട് ഞാനിതെടുത്തു. കിച്ചണിൽ യൂസ് ചെയ്യുന്ന മഞ്ഞളാണെങ്കിൽ നമ്മൾ ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മഞ്ഞൾ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. കോഫി പൗഡറും തൈരും മതി. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ സ്ക്രബ് ചെയ്യാണ്ട് ഉരയ്ക്കാണ്ടൊക്കെ തന്നെ അത് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ് ഈ രണ്ടെണ്ണം. ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് തൈര് നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തൈര് എടുക്കണം. സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പെട്ടെന്ന് ഒരാഴ്ചയൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു വ്യത്യാസം സ്കിന്നിൽ അറിയാൻ പറ്റും. നമ്മുടെ നാച്ചുറൽ സ്കിൻ ഇപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മളിനി എത്ര തന്നെ പാക്ക് ഇട്ടാലും അത് ഗ്ലോ ആകുകയും ഒക്കെ ഉള്ളൂ, അല്ലാതെ ഒരുപാടങ്ങ് വെളുത്ത് വരെയൊന്നുമില്ല. സോ നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ എന്താണോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഏതൊരു പാക്കും അങ്ങനെ തന്നെയാണ്. പൊടി കാരണവും അഴുക്ക് അതുപോലെ തന്നെ പൊല്യൂഷൻ കാരണവും നമ്മുടെ ഒറിജിനൽ സ്കിന്ന് നഷ്ടപ്പെട്ട് കരിവാളിപ്പൊക്കെ വന്ന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പാക്സൊക്കെ യൂസ് ചെയ്യുന്നത് അത് മാറ്റിയെടുത്ത് റിവേഴ്സാക്കി നല്ല സ്കിൻ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. പിന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ തന്നെ കാണിക്കുക. പിന്നെ ചെറിയ ഇഷ്യൂസാണ്, നമ്മൾ വെയിലത്ത് പോയി അത് കാരണം ഉണ്ടായതാണ്, അല്ല ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണ്, അപ്പം പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ട് സ്കിന്നൊന്ന് ഡള്ളായതാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡ്രൈ സ്കിൻകാർക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു തൈര് യൂസ് ചെയ്യാം. പക്ഷേ ഓയിലി സ്കിൻകാർ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ തൈര് സെറ്റ് ആവത്തില്ല, തൈര് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മുഖക്കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അലോവേര ജെല്ല് ചേർത്ത് യൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന അലോവേര ജെല്ലുണ്ടല്ലോ, അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറ്റാർ വാഴയിൽ നിന്ന് ലീവ്സ് എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുക, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് മുറിച്ചെടുക്കണ്ട, ഒരു നേരത്തേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പകുതി ഒക്കെ എടുത്താൽ മതി. അടുത്ത തവണ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും പോയിട്ട് ബാക്കി എടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. കറ്റാർ വാഴയൊക്കെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരായാലും നിങ്ങൾ നട്ട് വളർത്തുക. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പണ്ട് കുറേ നോക്കിയിട്ടുണ്ട് നട്ട് വളർത്താൻ, പക്ഷെ സെറ്റായിട്ടില്ല.
പിന്നെ ഒരുപാട് പണിപ്പെട്ടിട്ട് ഇപ്പോൾ കുറച്ച് വളർത്തി കൊണ്ടുവരുന്നുണ്ട്. വളർത്തുന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ്. എന്നാലും നമ്മൾക്ക് വളർത്തിയെടുക്കുക, നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഐറ്റംസൊക്കെ വളർത്തിയെടുത്താൽ മുഖത്തും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് തലയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ യൂസ് ചെയ്യാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 2 ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. സോ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുക. നല്ലൊരു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് വൈകിട്ട് സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ പോയി വന്നതിന് ശേഷം ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് കഴുകുക. ഇനി ഒരിടത്തും പോയില്ല എന്ന് തന്നെ വെച്ചോ, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകണം. സ്വെറ്റും, അതായത് വിയർപ്പും ഒരു എണ്ണമയവും ഒക്കെ ഉണ്ടാവത്തില്ലേ വീട്ടിലിരുന്നാലും. അതുകൊണ്ട് തന്നെ മുഖം നന്നായിട്ടൊന്ന് കഴുകുക. എന്നിട്ട് ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണോ നിങ്ങളുടെ ഒരു കൂട്ട്, അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അലോവേര ജെല്ലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മേ ബി കുറച്ചുകൂടെ നേരത്തെ ഇത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്തു ഫേസിലിട്ടു, ഒരു 10 മിനിറ്റിന് മുന്നേ തന്നെ ഇതൊന്ന് ഡ്രൈ ആയാൽ ഒരു തവണ കൂടെ ഒരു സെമി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് തന്നെ പാക്ക് എന്തായാലും ബാക്കി കാണും, അത് നിങ്ങൾ ഒന്നും കൂടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 തവണയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെയായാലും ഒരു തവണ കൂടെ റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ പിന്നെയും വെയിറ്റ് ചെയ്യുക. ടോട്ടൽ ഒരു 10-15 മിനിറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. അല്ലാതെ വെറും ഒരു 5 മിനിറ്റോ 7 മിനിറ്റോ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയൊരു മാറ്റം അറിയാനായിട്ട് പറ്റത്തില്ല. സൺ ടാനൊക്കെ റിമൂവ് ചെയ്യണം, അടിപൊളിയായിട്ട് സ്കിൻ ഗ്ലോ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. തൈര് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട. കാര്യം തൈരൊക്കെ കുറച്ച് ഉണങ്ങാനായിട്ട് 15 മിനിറ്റ് എടുക്കും. ഇൻ കേസ് നിങ്ങളെടുത്ത തൈര് കട്ടി കുറവാണ്, വെള്ളം പോലെ ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ നിങ്ങളും ഇത് ചെയ്യുക. എടുക്കുമ്പോൾ തൈര് എടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് നേരം ഇരിക്കുള്ളൂ. പിന്നെ നമ്മളിതിൽ കോഫി യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞളും യൂസ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി ഒരു ചെറിയ ടിൻ്റൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊട്ടും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അത് നിങ്ങൾ രാവിലെ ഒന്നും കൂടെ മുഖം കഴുകുമ്പോൾ അത് മുഴുവനായിട്ട് പൊയ്ക്കോളും. അത് ഒരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ കിടക്കുന്ന ബെഡിലോ ഒന്നും ആവത്തില്ല. ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുക. നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക, ഓവറായിട്ട് ചെയ്യരുത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. മുഖത്ത് അധികമായിട്ടുള്ള വെള്ളമുണ്ടല്ലോ, അത് മാത്രം ചെറിയൊരു ടവൽ വെച്ച് തുടച്ചെടുക്കുക. ചെറിയൊരു നനവൊക്കെ ഇരുന്നോട്ടെ. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത് വർക്ക് ആവുന്നതെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ എനിക്ക് പറയുമ്പോഴെല്ലാം കുഞ്ഞിക്കൂനും സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നനവോടെ പുരട്ടിയാലേ ഇതൊക്കെ ശരീരത്ത് പിടിക്കുള്ളൂ എന്ന് പറയണ പോലെ തോന്നും. പക്ഷേ അത് സത്യമാണ്. അതിൽ മാത്രമല്ല കേട്ടോ, വേറെ കുറേ വലിയ ആൾക്കാർ, ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇത് നമ്മൾ നനവോടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലാണ് നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല വേറെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക, ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി ഒരു പാക്ക്. സൂപ്പർ റിസൾട്ട് ഇട്ടു കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം ഇത് നിങ്ങൾ രാത്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.